ക്ലാമ്പ്, അതായത് നമ്മളെ ഒരു സി പോലെ ബെൻഡ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ക്ലാമ്പ് ഞങ്ങൾ ചെയ്തെടുത്തിട്ടുള്ളത്. രണ്ട് വശത്തും അതുപോലെ തന്നെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കയ്യിലുള്ള വാഹനം വോക്സ്വാഗൻ്റെ പോളോ ആണ്. 2016 മോഡൽ വോക്സ്വാഗൻ്റെ പോളോ ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത് വണ്ടി റിവ്യൂ ചെയ്യാനല്ല, നമ്മൾ കുറച്ച് മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ടുണ്ട് ഈ വണ്ടിയിൽ. സ്പോയിലേഴ്സ്, അതുപോലെ ഒരു ഡിഫ്യൂസർ, അതുപോലെ നമ്മളെ എംബ്ലൊക്കെ ജസ്റ്റ് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ള മോഡിഫിക്കേഷൻ ഒന്നല്ല, ഞങ്ങൾ തന്നെ സ്വന്തം ചെയ്ത കുറച്ച് ചെറിയ കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. മോഡിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം. അപ്പോൾ ഈ സ്പോയിലർ, ഇത് ഞങ്ങൾ തന്നെ പെയിൻറ്റ് ചെയ്തെടുത്തൊരു സ്പോയിലറാണ്. ഈ സ്പോയിലറിന് ഏകദേശം ഒരു 4000 രൂപ വരുന്നുണ്ട്. ഇത് ഞങ്ങൾ പെയിൻറ്റ് ചെയ്തതാണ്. ഇത് പുറത്തുനിന്ന് നമ്മൾ പെയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 2000 രൂപയ്ക്ക് മുകളിലായിട്ട് വരും. അതുപോലെ ഇതിൻ്റെ ക്ലാമ്പൊക്കെ ഞങ്ങൾ തന്നെ സ്വന്തം സെറ്റ് ചെയ്ത് ഉണ്ടാക്കിയൊരു ക്ലാമ്പാണ്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഇതിൻ്റെ ക്ലാമ്പ് എങ്ങനെ ചെയ്തതെന്നുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ ബൂട്ട് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാമ്പ് ചെയ്തത് എങ്ങനെയാണെന്ന് മനസ്സിലാവും. ഇതിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോൾ ഇതാണ് ഞങ്ങൾ ചെയ്ത ക്ലാമ്പ്. അതായത് നമ്മൾ ഒരു സി പോലെ ബെൻഡ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ക്ലാമ്പ് ഞങ്ങൾ ചെയ്തെടുത്തിട്ടുള്ളത്. രണ്ട് വശത്തും അതുപോലെ തന്നെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ചെയ്ത ക്ലാമ്പിൻ്റെ മുകൾ വശമാണ് ഈ കാണുന്നത്. ക്ലാമ്പ് സി അടിയിൽ നിന്ന് ഇങ്ങനെ ഡിക്കിൻ്റെ ഉള്ളിൽ നിന്ന് ചെയ്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ കയറി വന്നിട്ടുള്ളത്. ഇതിലൊരു ബോൾട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു റബ്ബർ ബീഡിയും കൊടുത്തിട്ടുണ്ട്. പിന്നെ നിൽക്കുന്നത് 3M ഗമ്മ് വെച്ചിട്ടാണ്. 3M ഗമ്മിലാണ് മെയിനായിട്ട് നിൽക്കുന്നത്. പിന്നെ നമ്മളിത് ചെയ്തതെന്താ വെച്ചാൽ, നമ്മൾ വണ്ടി ഒരുപാട് സ്പീഡിൽ പോകുമ്പോൾ ഇത് പറഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഉള്ളിലേക്ക് അങ്ങനെ ക്ലാമ്പ് ബെൻഡാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ നല്ല ഫിനിഷായിട്ട് തന്നെ ഞങ്ങൾ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിത് ഡ്രില്ല് ചെയ്യണ അങ്ങനെ ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. പക്ഷേ ഡ്രില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഊരി വെക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ അത് ബുദ്ധിമുട്ടാകും. ആ ഹോൾസ് അവിടെ തന്നെ ഉണ്ടാവും. എപ്പോൾ വേണമെങ്കിലും അത് നമുക്ക് റിമൂവ് ചെയ്യാം. നമുക്ക് വേണ്ടാന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് റിമൂവ് ചെയ്യാവുന്നതാണ്. ഇത് നമ്മുടെ കയ്യിൽ ആദ്യം കിട്ടുമ്പോൾ ഒരു ഫൈബറിൻ്റെ ഒരു ഗ്രേ കളർ ആയിട്ടുള്ളൊരു പീസാണ്. ഞങ്ങൾ പിന്നെ പെയിൻറ്റ് ചെയ്തെടുത്താണ്. മെറ്റാലിക് ഗ്ലോസി ബ്ലാക്കാണ് ഞങ്ങളെടുത്ത് പെയിൻറ്റ് ചെയ്തിരിക്കുന്ന കളറ്. ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്നാണ് വരുത്തിച്ചത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ആമസോണിലൊക്കെ ഇത് അവൈലബിൾ ആണ്. അടുത്തായി നമ്മൾ ചെയ്തിട്ടുള്ളത് ഈ ലോഗോൻ്റെ ഡിസൈൻ ഞങ്ങളൊന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഒരു ക്ലിപ്പ് മെക്കാനിസത്തിലാണ് വോക്സ്വാഗൺ ഈ ലോഗോ ചെയ്തിട്ടുള്ളത്. ഒരു ചെറിയ സ്ക്രൂ ഡ്രൈവർ എന്ന് വെച്ചിട്ട് ഇത് നമുക്ക് ഇളക്കി എടുക്കാവുന്നതാണ്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഏത് ഗ്രാഫിക്സ് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഞങ്ങളിപ്പോൾ ജർമ്മനിയുടെ ഒരു ഫ്ലാഗാണ് ഇതിനുള്ളിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിന് ലോഗോൻ്റെ വോക്സ്വാഗൻ്റെ ലോഗോയിൽ വന്നിട്ടുള്ളത് ബ്ലാക്ക്, മെറ്റാലിക് ബ്ലാക്ക്. നമ്മൾ സ്പോയിലറിൽ ചെയ്ത അതേ ബ്ലാക്കാണ് ഇതിന് ചെയ്തിട്ടുള്ളത്. ലോഗോക്ക് സൈഡിലായിട്ട് ഒരു പോളോ GTRൻ്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇത് ഞങ്ങൾ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ഇത് ശരിക്കും ഓൾ സ്റ്റാർ മോഡൽ വണ്ടിയാണ്. കമ്പനി TDI ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ഒരു ഡിഫ്യൂസർ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. 4 സൈലൻസർ, ഡമ്മി മോഡൽ 4 സൈലൻസർ വരുന്ന ഡിഫ്യൂസറാണ് ചെയ്തിട്ടുള്ളത്. ഇത് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ കമ്പനി സൈലൻസർ നമ്മളിതിൽ അടിയിൽ കൂടെ കാണില്ല. ഇതിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് വേറെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പറഞ്ഞു.
ഇതിൻ്റെ റൂഫ് ടോപ്പ് വരുന്നത് ബ്ലാക്ക് ആണ്. പക്ഷേ ഇത് ഞങ്ങൾ എക്സ്ട്രാ ആയിട്ട് ചെയ്തല്ല. കമ്പനി ഞങ്ങൾ വണ്ടി ഷോറൂമിൽ നിന്ന് ഇറക്കുമ്പോൾ തന്നെ കമ്പനി ഫിറ്റഡ് ആയിട്ടുള്ള റൂഫ് ടോപ്പാണിത്. ഗ്ലോസി ബ്ലാക്ക് ആണ് വരുന്നത്. ഇത് നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും നല്ല കളറൊന്നും ഫെയ്ഡ് ആവാണ്ട് നല്ല ഭംഗിയായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. സൈഡ് പ്രൊഫൈലിൽ നോക്കുകയാണെങ്കിൽ അങ്ങനെ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നും ഞങ്ങൾ വരുത്തിയിട്ടില്ല. ഒരു സൈഡ് ബെൻഡ് കൊടുത്തിട്ടുണ്ട്. അത് കാർബൺ ഫിനിഷോട് കൂടിയ ഒരു സൈഡ് ബെൻഡാണ്. അതിൻ്റെ സെൻട്രലായിട്ട് ജർമ്മനിയുടെ ഒരു ഫ്ലാഗ് ചെയ്തിട്ടുണ്ട്. നമ്മളെ ലോഗോയിലൊക്കെ ചെയ്ത അതേ ഫ്ലാഗ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ വീലിൻ്റെ സെൻട്രലായിട്ട് അലോയ്സിൻ്റെ സെൻട്രലായിട്ട് ഒരു ലോഗോ യെല്ലോ കളറിൽ ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. ബോക്സ് വാഗൻ്റെ ഒരു ലോഗോ ആണ് ചെയ്തിട്ടുള്ളത്. ഇത്രയൊക്കെയാണ് സൈഡ് പ്രൊഫൈലിൽ വരുന്നത്. കൂടുതലായിട്ടും സൈഡിലൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. ഇതിൻ്റെ ടയേഴ്സ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. യോക്കോമയുടെ എസ് ഡ്രൈവ് എന്ന് പറഞ്ഞ ടയറാണ് വരുന്നത്. 205, 55, 15 അതാണ് ടയേഴ്സിൻ്റെ റേഷ്യോ വരുന്നത്. നല്ല വീതി കൂടിയ ടയേഴ്സാണ്. അലോയ്ക്ക് നല്ല മാച്ച് ആവുന്നുണ്ട്. അതുപോലെ തന്നെ 4 ടയേഴ്സും കൂടി വന്നപ്പോൾ നല്ലൊരു സ്പോർട്ടി ഫീൽ തന്നെ ഈ പോവൊക്കെ നൽകുന്നുണ്ട്. ഫ്രണ്ട് പോർഷനിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഫ്രണ്ട് പോർഷനിൽ വന്നിരിക്കുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതിന് ഗ്രില്ല് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിന് ആദ്യം ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിട്ടുള്ള ഗ്രില്ല് വന്നിട്ടുണ്ടായിട്ടുള്ളത്. ഇപ്പോൾ അത് മാറ്റിയിട്ട് ഹണികോം ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ബാക്കിൽ നമ്മൾ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ എംബ്ലം ഫ്രണ്ടിൽ ഞങ്ങൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. GTRൻ്റെ ഒരു ബാഡ്ജിങ്ങും ഈ ഗ്രില്ലിൽ ഞങ്ങൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൽ വന്നിരിക്കുന്ന മാറ്റം എന്താണെന്ന് വെച്ചാൽ ട്രയാങ്കിൾ ടൈപ്പ് ഹുക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആമസോണിൽ നമുക്ക് മേടിക്കാൻ കിട്ടും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഫ്രണ്ട് പോർഷനിൽ അങ്ങനെ വലിയ ചേഞ്ചസ് ഒന്നും ഞങ്ങൾ വരുത്തിയില്ല. ഫ്രണ്ട് പോർഷനിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ ഇതൊക്കെയാണ് വന്നിട്ടുള്ളത്. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വാഹന ലോകത്തെ ഇതുപോലത്തെ പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും നമ്മുടെ ചാനൽ കണ്ടുമുട്ടാം. അപ്പോൾ ചാനൽ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.